നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കാനാവാത്ത പ്രതിയോ? വ്യാപക തെരച്ചിലിലാണെങ്കിലും പോലീസിന്റെ കണ്ണിൽ നിന്ന് പ്രതി വഴുതിപ്പോകുന്നത് എങ്ങനെ? അറസ്റ്റിനു വേണ്ട എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ടും MLA പ്രതി സ്വതന്ത്രനായി നടക്കുന്ന അവസ്ഥ. കേരള പോലീസിന്റെ കാര്യക്ഷമതയെയും അന്വേഷണം എന്ന പേരിൽ നടക്കുന്ന നാടകത്തിലെയും രാഷ്ട്രീയ സ്വാധീനങ്ങളിലെയും വലിയ ചോദ്യചിഹ്നം. കോൺഗ്രസ് പുറത്താക്കിയ രാഹുലിനെ പോലീസ് പിടിക്കാത്തതിന് സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നു പ്രതിപക്ഷ നേതാവ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ MLAയുടെ ഒളിവ് ജീവിതം ചർച്ചയാക്കാനുള്ള ഗൂഢനീക്കമെന്നാണ് ആരോപണം. വാസ്തവത്തിൽ ഇവിടെ പ്രതിയെ കണ്ടെത്താനാവാത്തതാണോ അല്ലെങ്കിൽ കണ്ടെത്താതിരിക്കാനുള്ള മനഃപൂർവ്വ നീക്കങ്ങളാണോ നടക്കുന്നത്? പ്രതിയെ ഒളിപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ് എന്ന മുഖ്യമന്ത്രിയുടെ സ്ഫോടനമേറിയ പ്രസ്താവന. മാങ്കൂട്ടത്തിലിനെ പുറത്തെത്തിക്കാനുള്ള അന്വേഷണമോ കള്ളനും പോലീസും കളിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ചയാകാതിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പിടിക്കാൻ വൈകിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം ഇന്ന് പറയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവും UDF കൺവീനറും ഇക്കാര്യം ആവർത്തിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രി പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അവർ തന്നെ പറയണം എവിടെയാണ് മാങ്കൂട്ടത്തിൽ എന്ന്, അങ്ങനെയെങ്കിൽ പോലീസ് പിടിക്കാം എന്നാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണം ആദ്യം കേൾക്കാം. ഇത് തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അത് പരാതി കൊടുത്താലുള്ള നടപടികളെ കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. അറസ്റ്റ് ഒന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവര് നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിവ് ജീവിതം രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോയി ചർച്ചകൾ തുടരുക എന്നുള്ളതാണ് LDFന്റെ ലക്ഷ്യം. അതാണ് മാങ്കൂട്ടത്തിലിനെ പിടിക്കാത്തത് പോലീസ് എന്നുള്ള കാര്യമാണ് കോൺഗ്രസും UDFും ഉന്നയിക്കുന്നത്. അതേസമയത്ത് തന്നെ മറുവശത്ത് നിന്ന് മുഖ്യമന്ത്രിയും LDF നേതാക്കളും പറയുന്നത് കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കെയാണ് ഈ വാദപ്രതിവാദങ്ങൾ പുറത്ത് നടക്കുന്നത്, രാഷ്ട്രീയ വിഷയമായി മാറുന്നതും. ഇപ്പോൾ ശ്രീ CK ഷാക്കിർ, യൂത്ത് ലീഗ് നേതാവ് ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ശ്രീകുമാർ മനയിൽ എന്നിവർ ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മനഃപൂർവ്വം പോലീസ് പിടിക്കാത്തതാണെന്ന് 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു നടക്കുന്നു. അതിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിവുള്ളതായിരുന്നു ഈ യുവതി പരാതിയുമായി എത്തും എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ട്രേസ് ചെയ്തിരിക്കാമല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ ഒളിച്ചു ജീവിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ? അപ്പോൾ അത് മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ചർച്ചാ വിഷയമാക്കി നീട്ടിക്കൊണ്ടുപോകുവാനുള്ള ശ്രമമാണെന്ന്. അല്ല മഞ്ജുഷേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സരസമായി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതിതാണ്, എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞാൽ മതി, അവരുമായി പിടിച്ചിരിക്കുന്നു. അതിന്റെ മുഖ്യ കാരണക്കാരൻ ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. KPCC പ്രസിഡന്റാണ്, അവരുടെ സമന്വിത നേതാക്കന്മാരാണ്. നോക്കിയേ, അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രാഷ്ട്രീയ ജീവിതം മാത്രം സംഭാവന ചെയ്തിട്ടുള്ള ഒരു MLA. അയാൾ തന്നെ ആക്രമിച്ചത് പോലും അയാളെ ഭയന്നിട്ട് അയാൾക്ക് സംരക്ഷണം ഒരുക്കിയ കാഴ്ചയാണ് കേരളം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കണ്ടത്. അയാളെ ഭയന്നിട്ട്, ജനങ്ങളെ ഭയന്നിട്ടും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളുടെ കഠിനമായ ആവശ്യങ്ങൾ പ്രകാരവും അയാളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത കരങ്ങൾ കൊണ്ട് തന്നെ അയാളെ സംരക്ഷിക്കുന്ന ഗതികെട്ട കാഴ്ചയാണ് കേരളം കണ്ടത്. അതിലെ ദുരൂഹത, അയാളെ പടുത്തുയർത്തി കേരളത്തിൽ ഒരു വടവൃക്ഷം പോലെ വളർത്തി അശ്ലീല വാക്കുകളും അസംബന്ധ ആരോപണങ്ങളും വെല്ലുവിളിയും കൊണ്ട് കേരളത്തിൽ എന്താ പറയുക, നിർബാധം വിരാജിക്കാനുള്ള അവസരം കൊടുത്തവരാണ്. അത് അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ എന്ന് അവകാശപ്പെടുന്ന ഷാബി വർഗൾ ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ ദുരൂഹ സംഘം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ അയാള് ഗതി കിട്ടാത്ത പ്രേതം പോലെ എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നു. ഈ പറയുന്ന ഹമാസ് തീവ്രവാദികള് ബങ്കറിൽ നിന്നും ബങ്കറിലേക്ക് ഓടി ഒളിക്കുന്ന പോലെ അയാൾ എവിടെയൊക്കെ ഓടി ഒളിക്കുന്നു. അയാൾ എവിടെയുണ്ടെന്നുള്ളൊരു ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വ്യക്തമായിട്ടറിയാം. ആ കാരണമാണ് കേരളം നേടുന്നത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് കാരണം? ഷാഫി പറമ്പലിനെ പോലെയും
ഈ പറയുന്ന അടൂർ പ്രകാശിനെ പോലെയും KPCC പ്രസിഡന്റിനെ പോലെയുള്ളവർ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറെ സമ്പന്ന ലോബി അതിലൊരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം തിരികെ കയറ്റാൻ നടന്ന ശ്രമങ്ങൾക്ക് ഇവരൊരു കോക്കേഴ്സായി മാറിയിരിക്കുന്നു. ഇവരിനി അയാളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവര് പോലും അവരുടെ ആക്രമണത്തിന് വിധേയമാകേണ്ടി വരും. അത് തന്നെയുമല്ല, ഒന്നാലോചിച്ച് നട്ടു വളർത്തിയ ആ മരത്തിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ VD സതീശനെ പോലും ഈ പറയുന്ന ഗൂഢസംഘം അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉറപ്പിച്ചപ്പോൾ അവര് കടന്നാക്രമണം തന്നെ നടത്തി. അദ്ദേഹത്തിനെ കൊല്ലാക്കൊല ചെയ്തു. വനിതാ നേതാക്കന്മാരെ കൊണ്ട് പ്രയോഗിച്ച അസംബന്ധ അശ്ലീല പദങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. ഇവരുടെ വെട്ടിക്കുള്ള കൂട്ടങ്ങളായിട്ടുള്ള അതിലൊന്നും സംശയമില്ല ശ്രീ റെജി ലൂക്കോസ്, അതിലൊന്നും സംശയമില്ല. ഈ ഗോഡ് ഫാദർ എന്ന രീതിയിലുള്ള അദൃശ്യ കരങ്ങളും ദൃശ്യമായ കരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ. ഷാഫി പറമ്പിലൊക്കെ അക്കൂട്ടത്തിൽ ഉള്ളതാണ്. ഷാഫി പറമ്പിലിന്റെ ഇന്നലത്തെ വാക്കുകൾ പോലും കൃത്യമായ മറുപടി പോലും ഷാഫി പറമ്പിലിന് പറയാൻ പറ്റുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് നേരത്തെ തന്നെ പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് അതിലൊരു നടപടിയും എടുത്തില്ല, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി വാഴിക്കുവാനായിട്ട് മുന്നിൽ നിന്ന് പട നയിച്ചത് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒളിവ് ജീവിതം തുടരാൻ കഴിയുന്നത് കേരള പോലീസിന്റെ അലംഭാവം കാരണമല്ലേ? കേരള പോലീസ് അത്ര മോശം ഫോഴ്സ് ഒന്നുമല്ല, അവർ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ, പുറത്താക്കിയതിനു ശേഷമാണ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനു മുൻപ് സംരക്ഷണം ഒരുക്കിയവർ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ. ഈ ഒരു ദിവസമെങ്കിലും ആ ഒരു ആരോപണത്തിന് വിലയുണ്ട്. കാരണം 9 ദിവസമായി ഒളിവിൽ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിനല്ല ആർക്കും കഴിയുകയില്ലായിരുന്നു കേരള പോലീസിനെ വെട്ടിച്ച്. അപ്പോൾ എന്തോ ഒരു അവിടെ വേണ്ട, പിടിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു മറുചോദ്യം ചോദിക്കാം. ഇയാളെ പിടിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായി എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നരാധവനെ, ഈ പെൺവേട്ടക്കാരനെ, കേരളത്തിന്റെ ചരിത്രത്തിൽ പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു കൊടും ക്രിമിനലിനെ തങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ആ ഓഡിയോ അയാൾ നിഷേധിക്കാത്തോളം കാലം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ഇവർക്ക്. അപ്പൊ ഇവർക്ക് കൊടുത്ത സംരക്ഷണം എന്താ? ഇനി കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ പോലും അഭിമാനമുള്ള കേരള പോലീസിനെ ഭയന്നിട്ടല്ലേ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടുള്ള പരിശോധനയ്ക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ ഇന്ത്യ പ്രധാനമന്ത്രി പോലും അതിന്റെ കീഴിൽ വരുന്നവരാ. അവർക്ക് ആരെയും പരിശോധിക്കാം. തെരഞ്ഞെടുപ്പിലെ പാരിതോഷികങ്ങളോ തെരഞ്ഞെടുപ്പ് മറ്റെന്തെങ്കിലും സ്വാധീനിക്കുന്ന വസ്തുക്കളോ ബൈക്ക് മരുന്നുകളോ എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് മാനദണ്ഡമായിട്ട് ബന്ധപ്പെടാത്ത എന്ത് സാധനവും ഈ വാഹനത്തിലുണ്ടെന്ന് പരിശോധിക്കാനുള്ള സ്വാഭാവികമായ പരിശോധന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുരക്ഷ കൊടുക്കാൻ മാത്രം അവിടെ ജോലിയിൽ നിന്ന ആ പാവം പോലീസുകാരനെ, തന്റെ അച്ഛന്റെ പ്രായമുള്ള ഉദ്യോഗസ്ഥരെ മുഖത്ത് നോക്കി ഈ തെമ്മാടിത്തരം മാത്രം ജീവിതശൈലിയാക്കിയിട്ടുള്ള ഈ അശ്ലീല വിഷമത്ത് പറഞ്ഞത് എന്താ? കേരളം അത് പൊറുക്കുവോ? എന്താ പറഞ്ഞത്? ക്യാമറകളുടെ ജനങ്ങളെ മുമ്പിൽ വെച്ച് ആ മനുഷ്യന്റെ അന്തസ്സിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, മനുഷ്യാവകാശത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പം പറഞ്ഞെന്താ? എടോ, തനിക്ക് ഞാൻ ഉണ്ടാക്കാം. ഈ വാക്കൊക്കെ നമ്മൾ ഒരു ചാനലിൽ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പാരിതോഷികം തരാമെന്ന്, പാരിതോഷികം തരാമെന്ന്. ശരിയാണ്, കേട്ടതാണ്. ശരി, അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സംശയമില്ല. ശരിയാണ്. മഞ്ജുഷ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഞാൻ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുന്നത്. നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. താമസം വരാ തരൂ എന്ന് പറഞ്ഞത് കേരളം മറന്നിട്ടില്ല. 3 മാസത്തിനുള്ളിൽ കേരളത്തിന്റെ നീതിബോധവും കേരളത്തിന്റെ പോലീസിന്റെ ആർജവത്വവും ഭയന്ന് ഇന്ന് ഇയാൾ ഭയന്നോടിയിരിക്കുന്നു. ഞാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുന്നു, ആ ഉദ്യോഗസ്ഥന്റെ കരങ്ങളെ കൊണ്ട് ഇവന്റെ കയ്യിൽ ബലം കണിയിക്കണം. കാരണം നമ്മുടെ പൊതു സംസ്കാരം നമുക്ക് സുരക്ഷ നൽകാനും നമുക്ക് രാത്രിയിൽ ഒന്നിച്ചു കിടന്ന് ഉറങ്ങി സുരക്ഷയോട് നേരമെടുക്കാനായിട്ട് അവസരം നിന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ച് ഇവൻ അന്ന് തന്നെ ഈ പാർട്ടി ഇവരെ പുറത്താക്കേണ്ടത്. ഞാൻ ഇവൻ അവൻ എന്നൊക്കെ വിളിക്കുന്ന അതിന് മാത്രമേ ഇയാൾ യോഗ്യനായിട്ടുള്ളൂ. നമ്മളൊന്നും അങ്ങനെ ആരും വിളിച്ചിരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഈ പോലീസ് ഇവരെ, ഈ ചെറുപ്പക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് കേരള പോലീസിന് എന്ത് നേട്ടം? ശ്രീ കെ ഷാക്കിർ, പറയാൻ ഒന്നും അവശേഷിക്കുന്നില്ല കോൺഗ്രസിന്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പുതിയൊരു തന്ത്രവുമായി വന്നിരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന്. വികലമാണ് കോൺഗ്രസിന്റെ സമീപനം ഇക്കാര്യത്തിൽ. ലീഗ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വികലമായ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. പിടിക്കാത്തതിലുള്ള കുറ്റം കേരള പോലീസിലേക്ക് ചാർത്തുന്നു, അത് സർക്കാർ ഈ വിഷയം നീട്ടിക്കൊണ്ട് പോകുന്നുവെന്ന്. മറുവശത്ത് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു ദുർഗതി ഉണ്ടല്ലോ. പലതവണ ചർച്ചകളിലും അതുപോലെ തന്നെ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കളും മറ്റ് നേതാക്കളും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ കൊണ്ടുപോകരുത്. പാലക്കാട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വേദിയിൽ ഇരുത്തുന്നത് ശരിയല്ല. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു. എന്നിട്ട് മേമ്പൊടിക്ക് പറയുകയും ചെയ്തു, ഞങ്ങൾ ഉടനെ തന്നെ നടപടി എടുത്തതാണ് എന്ന്. അതൊന്നും ഉണ്ടായില്ല. ഈ പരാതി വരുന്നത് വരെ അദൃശ്യവും ദൃശ്യവുമായ കരങ്ങൾ ഉണ്ടായിരുന്നു
മാങ്കൂട്ടത്തിന് സംരക്ഷണമായിട്ട്. എന്നിട്ട് ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ പെട്ടെന്ന് പുറത്താക്കി. ഞങ്ങൾ ഇന്നലെ തന്നെ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പുറത്താക്കി. പക്ഷേ എന്നിട്ടത് നേരെ പ്ലേറ്റ് തിരിച്ചു വെക്കുകയാണ് ഇപ്പോൾ. സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി കേരള പോലീസ് മാങ്കൂട്ടത്തിനെ പിടിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇതുവരെ സംരക്ഷണം നൽകിയതൊക്കെയോ? അല്ല, ഈ ഇൻട്രോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കേരള പോലീസ് കള്ളനും പോലീസും കളിക്കുകയാണെന്ന്. കറക്റ്റാണ് ആ സാധനം. നിങ്ങൾ ആ പറഞ്ഞാൽ ചെറിയൊരു മാറ്റം വരുത്തണം. അതായത് കള്ളനും പോലീസും എന്നുള്ളതിന് പകരം കള്ളന്മാരും പോലീസും, CPM-ക്കും പോലീസും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കേരളത്തിലെ ഇപ്പോൾ 4 കോടിയോളം തീർത്ഥാടകർ വന്ന് ആരാധനയ്ക്കെത്തുന്ന ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ചയാവാതിരിക്കാൻ കേരളത്തിലെ നിയമ സംവിധാനത്തിനകത്ത് പെടേണ്ട ഒരു വിഷയം, അത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടി എടുത്ത സമീപനത്തെ നിങ്ങൾ അഭിനന്ദിക്കേണ്ടതിന് പകരം അത് വീണ്ടും ചർച്ച ചെയ്ത് ഈ 11-ാം തീയതി രാവിലെ 10 മണി വരെ എങ്ങനെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ ലൈവായി നിലനിർത്തി CPM-നെ സഹായിക്കുന്ന നിലപാടാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എടുക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്. നമ്മളെ ഇതൊക്കെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവില്ലാത്തവരല്ല കോൺഗ്രസ് നേതാക്കൾ. ബോധ്യമില്ലാത്തവരായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പ് ഗോതയിൽ പോലും ഇറക്കി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇറക്കി. എന്നിട്ട് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായി ഭാവിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്. നിങ്ങൾ തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തത്. നിങ്ങൾ മനുഷ്യ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് രാജ്യത്തെ നിയമ സംവിധാനത്തിനകത്ത് ആ വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ എന്നൊരു പാർട്ടി തീരുമാനിച്ചിട്ട് ആ പാർട്ടിക്കകത്ത് നിന്ന് ഇപ്പോൾ CPM-ന്റെ നമുക്കറിയാം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന് ശരിക്കും കിളി പോയ പോലെയാണ്. ഇപ്പോഴല്ല, പൊതുവെ മലയാളികൾക്ക് അറിയാം അദ്ദേഹത്തിന് ഒരു അല്പം കമ്മിയുണ്ടോ എന്നൊരു സംശയമുള്ള രീതിയിൽ പൊട്ടിച്ചിരിക്കും നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് മുകേഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം സിനിമക്കാരനല്ലേ? നിങ്ങൾ നോക്ക്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ P. ശശി എവിടെ നിന്ന് വന്നതാണ്? അദ്ദേഹം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കും. എന്തിനാണ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിന്നത്? അദ്ദേഹത്തിന് പരാതി കൊടുത്ത് ആ പരാതി ഒതുക്കി തീർക്കാൻ നോക്കി. ഒടുവിൽ ആ പരാതി കേസായി FIR ഇട്ടൊക്കെ വന്നതിന് ശേഷവും അത് ഒതുക്കി തീർത്ത് അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നു. അതുപോലെ ഗോപി കോട്ടബെർക്കൽ, PK ശശി, M. മുകേഷ്, ഇങ്ങനെ എത്ര ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് അവർ ജയിലിൽ പോകേണ്ടതിന് പകരം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതിന് പകരം അവർക്ക് സംരക്ഷണം ഒരുക്കി ഈ റെജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ ധാർമ്മികതയും നിയമവും പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? ആരെങ്കിലും ഒരു കൂട്ടർ, കോൺഗ്രസോ ജനാധിപത്യ മുന്നണിയോ ആരെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ CPM ചെയ്തതുപോലെ അക്യൂസ്ഡ് പേഴ്സൺ മാത്രമാണ് പ്രതി. കുറ്റവാളിയായി ജഡ്ജ് കോടതി പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ആരോപണത്തിൽ നിന്ന് മുക്തമായി വന്നതിന് ശേഷം ഇനി കോൺഗ്രസിനകത്തേക്ക് മതിയെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ തീരുമാനമെടുത്ത ഒരു മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഈ നിലപാടിനെ പരിഹസിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത്? അല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു. അതിൽ തർക്കിക്കേണ്ട, മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നേനെ. നമുക്ക് മാതൃകയുണ്ടല്ലോ, നമുക്ക് മാതൃകയില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് നേതാക്കൾ പരസ്യമായി എത്തി അതിനുശേഷമാണ് നടപടിയെടുത്തത്? സരിത എന്ന് പറയുന്ന സരിത എന്ന് പറയുന്ന ഒരു കേരളീയരെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സിനിമാ നടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു എന്ന് അവർ ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് ഇന്റർവ്യൂ കൊടുത്ത് പൊട്ടിക്കരഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അതിനുശേഷം എത്ര പേര് ആ MLA-ക്കെതിരെ പരാതി കൊടുത്ത്? ഇപ്പൊ ആ MLA നിയമസഭക്കകത്ത് ഇരിക്കല്ലേ? ഏതെങ്കിലും അവസരം CPM തള്ളി പറഞ്ഞോ? ഇപ്പൊ ഈ വിഷയം ഒരു ആരോപണം വന്നപ്പോഴേക്കും കോൺഗ്രസ് അതിന്റെ MLA-യെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറ്റിയിട്ടുണ്ട്. എന്നാൽ CPM എന്താ ചെയ്തത്? ഒരാളുടെ പേരിലാണ് ആരോപണം വന്നത്. ആരോപണം ഏതെങ്കിലും മറക്ക് പിറകിരുന്ന് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ആരെങ്കിലും ഉന്നയിച്ചതാണോ? അവരുടെ ഭാര്യ പറഞ്ഞു. CPM നേതാക്കന്മാരുടെ ഭാര്യയാണ്, ഒരു മുൻ MLA-യുടെ മകളാണ് CPM-ന്റെ പ്രധാന നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് പാർട്ടിക്ക് പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്ത MLA പുറത്താണ്. വേട്ടയാടിയ വേട്ടക്കാരൻ CPM-നകത്ത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നു.
അതിനൊന്നും നിങ്ങൾക്കാർക്കും ഒരു പരാതിയില്ലേ? ഇല്ലല്ല, CPM-നെ ഇക്കാര്യത്തിൽ മാതൃകയാക്കേണ്ട. കാരണം CPM ഒരിക്കലും CPM എല്ലാ കാലത്തും പാർട്ടി കോടതിയിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. CPM-നെ മാതൃകയാക്കേണ്ട. പക്ഷെ നിങ്ങൾ വലിയ മാതൃക കാട്ടിയെന്ന് വീമ്പടിക്കുന്നുണ്ട്. പക്ഷെ അതൊരു മാതൃകയായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അത് മാതൃകയായിരുന്നില്ല കോൺഗ്രസ് കാട്ടിയത്. അങ്ങനെയായിരുന്നുവെങ്കിൽ പാലക്കാട് വീണ്ടും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കളുടെ കൂടെ ഇറങ്ങില്ലായിരുന്നു. അല്ല, CPM ന്യായീകരിച്ചില്ലല്ലോ. CPM ഇക്കാര്യത്തിൽ അവകാശപ്പെടാൻ ഒന്നുമില്ല. കാരണം അവർ ഒരു നടപടിയും CPM എടുക്കാത്തവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ മാതൃകയാക്കി എന്ന് കോൺഗ്രസും വീമ്പടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. നോക്ക്, അല്ല CPM-ന് രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ലേ? CPM രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ലേ? നിങ്ങൾ ഇന്ന് മാതൃകയാക്കാൻ കൊള്ളില്ല ഈ വിഷയത്തിൽ. ഇപ്പൊ നിങ്ങൾ നോക്ക്, അതും രാഷ്ട്രീയ പാർട്ടിയല്ലേ? അല്ലല്ല, CPM കേരളത്തിലെ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഭരിക്കുന്ന ആളുകളല്ലേ? അവരുടെ കയ്യിലല്ലേ ആഭ്യന്തരമുള്ളത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ പിടികൂടി ശിക്ഷിക്കുന്നതിന് ആരാണെതിര്? ഈ കേരള പോലീസും പിണറായി വിജയന്റെ ടീമും തന്നെയല്ലേ? അവരല്ലേ ഈ നാടകം കളിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ചോ, ഈ നാടകത്തിന്റെ കാലാവധി ഡിസംബർ 11-ാം തീയതി രാവിലെ 10 മണി വരെയാണ്. ഈ എപ്പിസോഡ് അപ്പോഴാണ് അവസാനിക്കുക. സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശ്രീകുമാർ മനയിൽ അത് സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശ്രീകുമാർ മനയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ ഷാക്കിറും UDF നേതാക്കൾ എന്ന് പറയാം, ഇപ്പോൾ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഈ വിഷയം നീട്ടിക്കൊണ്ടു പോയി, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ആ ദിവസമാകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കൊണ്ടുവരും എന്നാണ്. ഇത് കോൺഗ്രസിന്റെ ഒരു കൃത്യമായ ന്യായീകരണമായിട്ട് താങ്കൾ കണക്കാക്കുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഈ രാഹുൽ വിഷയത്തിൽ? അതായത് ഞങ്ങൾ നടപടിയെടുത്തു, ഇനി പോലീസാണ്, കേരള പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കേണ്ടത്, അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, പക്ഷേ അത് രാഷ്ട്രീയ വിഷയമായിട്ട് LDF മാറ്റുന്നു എന്നുള്ളത്. മഞ്ജുഷ, ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിൽ അതൊന്നും കോൺഗ്രസ് എന്ന പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ആ പാർട്ടി അയാളെ പുറത്താക്കി കഴിഞ്ഞു. ഒരു മനുഷ്യനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും അയാൾ ഭാഗഭാക്കല്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അയാൾക്ക് ബാധകവുമല്ല. അയാൾ ഇപ്പോൾ കേവലം ഒരു സ്വതന്ത്ര MLA മാത്രമാണ്. അയാളെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ആ പാർട്ടിയും അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇപ്പോഴും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസ് ഏൽക്കണമെന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ MP രാഘവനെ പുറത്താക്കിയിട്ട് MP രാഘവൻ ചെയ്തുകൊണ്ട് CPM വെക്കണമായിരുന്നല്ലോ. ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അയാളില്ല പാർട്ടിയിൽ. പക്ഷേ ഇവിടെ കോൺഗ്രസ് ആ രീതിയിലല്ല പ്രതിരോധം തീർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മനഃപൂർവ്വം പിടിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം വരുന്നത്, UDF-ന്റെയും. അല്ല, മനഃപൂർവ്വം പിടിക്കുന്നില്ല എന്ന് കോൺഗ്രസ് വേണമെങ്കിൽ ആരോപിക്കാം. അതിന് തെറ്റൊന്നുമില്ല. കാരണം എന്തുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോയിട്ടൊരു പ്രതിയെ പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രതിയെ പിടിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളല്ലേ. അപ്പോൾ ആ പ്രതിയെ പിടിക്കേണ്ടത് പോലീസിന്. എന്തുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നില്ല എന്ന് കോൺഗ്രസിനും ചോദിക്കാം, CPM-നും ചോദിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയം ഇല്ലാത്തവനൊക്കെ ചോദിക്കാം. കാരണം അത് സർക്കാർ ചെയ്യേണ്ട, സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഒരു കൾപ്രിറ്റിനെ അല്ലെങ്കിൽ ഒരു അക്യൂസിനെ പിടിക്കുക എന്നുള്ളത്. അക്യൂസിനെ പിടിക്കാൻ പോലീസ് സന്നദ്ധമാകണം, അല്ലെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയാണ്. അത് കോൺഗ്രസ് പറഞ്ഞാലും CPM പറഞ്ഞാലും BJP പറഞ്ഞാലും കണക്ക് തന്നെയല്ലേ. അതും ഇതായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇക്കാര്യത്തിൽ ഇനിയൊന്നും കോൺഗ്രസിന് ചെയ്യാനില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോളം എന്താ പറയുക, കൃത്യമായ നിലപാട് അവരെടുത്തു. അല്ല, പുറത്താക്കിയ ഒരു വ്യക്തി രാഷ്ട്രീയ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ പാർട്ടി എന്ത് സംഭവിച്ചാലും ആ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. അതാണ് ഇതപര്യന്തമുള്ള എല്ലാ പാർട്ടിയുടെയും കീഴ്വഴക്കങ്ങൾ. പക്ഷേ തിരിച്ചുള്ള ആരോപണം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി തന്നെ ഇത് പറയുകയായിരുന്നു. അല്ല അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് പറയാം ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെ ഒളിപ്പിച്ചിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കളും ഒളിപ്പിച്ചാൽ കണ്ടുപിടിക്കേണ്ടത് ആരാണ്? കോൺഗ്രസ് നേതാക്കൾ ഒളിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണോ മിടുക്കന്മാർ? അതോ കണ്ടുപിടിക്കാൻ നടക്കുന്ന പോലീസും CPM-ആണോ മിടുക്കന്മാർ? ആരാ മിടുക്കന്മാർ? അവർ കണ്ടുപിടിക്കണം എന്ന് പറയും. അതാണ് അവരുടെ ജോലി. കാരണം ആരും ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കുക. കാരണം കുറ്റവാളി ഒരു അക്യൂസിനെ ഒളിപ്പിക്കുന്നതും തെറ്റാണ്. അപ്പോൾ അതിൻ്റെ പേര് കേസ് ചാർജ് ചെയ്യാം. അതവർ ചെയ്യണം. കാരണം ഇത് ചെയ്യാതെ വെറുതെ ഈ പറയുന്നവരെ ഒന്നും ചെയ്യാതെ രാഹുലിനെ പിടിക്കുന്നില്ല, എന്നാൽ അയാൾ ഒളിപ്പിച്ച ആൾക്കാരെ കണ്ടെത്തുന്നില്ല, ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ഒരു നാടകം നടത്തിക്കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ ഒന്നുകിൽ പിടിക്കൂ, അല്ലെങ്കിൽ പിടിക്കാതിരിക്കൂ. അയാൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അയാൾക്ക് ജാമ്യം കിട്ടട്ടെ. ഇത് നോക്കുക എന്നുള്ളതല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ ഇതിനകത്തില്ല. കാരണം വെച്ചാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ് അവർ ചെയ്യേണ്ട? ഈ കാലത്ത് ആളെ കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പോലീസിൽ എത്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാൾ പിടിച്ച് തല്ലിക്കൊല്ല? അതൊന്നും പറ്റൂല്ലോ. കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു കഴിഞ്ഞു. ഇനി അവർ കൈ കെട്ടി നോക്കിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് സർക്കാരിൻ്റെ കോർട്ടിലാണ് ഇപ്പോൾ ബോൾ. പന്ത് പോലീസിൻ്റെ സർക്കാരിൻ്റെ കോർട്ടിലാണ്. അവർ ചെയ്യട്ടെ, പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ എന്നുള്ളത് അത് സ്റ്റേറ്റിൻ്റെ കാര്യം മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും പോലീസും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും കോടതിയും തമ്മിലുള്ള വിഷയമാണ്. അതിൽ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ.
ശരി, ശ്രീ പണിക്കർ, രസകരമായ ഒരു കാര്യങ്ങളാണ്, വാദപ്രതിവാദങ്ങളാണ് ഇന്ന് നടന്നത്. കോൺഗ്രസ്സുകാരനായിരുന്ന MLA പിടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നു. അത് എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നാണല്ലോ അവരുടെ വാക്കുകളിലുള്ളത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകത്താക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷീണം എന്നുള്ള രീതിയിലാണ്. കാരണം സ്വർണ്ണക്കൊള്ള അവിടെ ചർച്ചാ വിഷയമാകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആശങ്ക. ശ്രീ മഞ്ജുഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നാൽ അതുകൊണ്ട് ആർക്കാണ് ഗുണമുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം CPM-നും ഗുണമുണ്ട്. കാരണം അദ്ദേഹം നിയമത്തിനെ വെട്ടിച്ച് പിടികൊടുക്കാതെ നടക്കുകയാണ് എന്നുള്ളൊരു കാര്യം പറയാം. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് ഇപ്പോഴും കോൺഗ്രസ്സുകാരാണ് എന്നൊരു ആക്ഷേപം അവർക്ക് ഉന്നയിക്കാം. അതേപോലെ തന്നെ കോൺഗ്രസിനൊരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം ഇങ്ങനെ പുറത്താക്കിയതിന് ശേഷവും നിയമത്തിനെ വെല്ലുവിളിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഓബ്വിയസ് ഗുണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിലല്ല എന്നതിനെക്കുറിച്ച് കൺഫർമേഷനുണ്ട്. അദ്ദേഹം ഇതിനോടകം തന്നെ കർണാടകത്തിലാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൺഫർമേഷനുണ്ട്. അപ്പോൾ കർണാടകയിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം പിന്തുണ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹത്തിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി കേരള പോലീസ് 4 സംഘമായിട്ട് തിരിഞ്ഞൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നു. ബാഗല്ലൂരിൽ കുറച്ച് പേരുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ ആൾക്കാരുണ്ട്, ബാംഗ്ലൂരിൽ പോകുന്നു, ഇങ്ങനെ പല സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കർണാടക പോലീസുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം തേടാം ഇദ്ദേഹത്തിനെ പറ്റി അന്വേഷിക്കുന്നതിന്. ഇനി കർണാടകയിൽ ഇദ്ദേഹത്തിന് ആരായിരിക്കും സംരക്ഷണം കൊടുക്കുക? അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് ബന്ധങ്ങൾ അദ്ദേഹം ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. രാഷ്ട്രീയമായിട്ടൊരു ആരോപണമായിട്ട് പറയുകയാണെങ്കിൽ പോലും കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി വേണ്ടുന്ന ഒത്താശയെല്ലാം തന്നെ ആൾക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം CPM-ന് ഉന്നയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിയമത്തിനെക്കുറിച്ച് വലിയ ആശങ്ക, ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് രാഷ്ട്രീയേതരമായിട്ടുള്ള ഒരു വിഷയമായി മാറുന്നത്. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന വളരെ ഗ്രേവായിട്ടുള്ള 2 ക്രൈമാണ് എന്നത് പ്രാഥമികമായിട്ട് ആൾക്കാർക്ക് ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട്. കോടതിക്ക് തന്നെ മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കത്തക്ക തെളിവുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. അങ്ങനെ ഒരു വിഷയത്തിൽ സത്യത്തിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥത അവരിവിടെ കാണിക്കേണ്ടത് കേരള പോലീസ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവർ പിടിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് അദ്ദേഹം എവിടെയാണോ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ളത്, ആരൊക്കെയാണോ അദ്ദേഹത്തിന്റെ കർണാടകയിലെ ബന്ധങ്ങൾ, അതുകൊണ്ട് കർണാടകയിലുള്ള പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട്, നമുക്കറിയാമല്ലോ നേരത്തെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഞ്ജുഷ് ഓർക്കുന്നുണ്ടാകും, ഈ ലാൻഡ് സ്ലൈഡ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് KC വേണുഗോപാൽ നേരിട്ട് അവിടെ സിദ്ധരാമയ്യയോടും DK ശിവകുമാറിനോടും ഒക്കെ ആവശ്യപ്പെട്ട് അങ്ങനെയാണ് മൊബിലൈസ് ചെയ്തിട്ട് അവിടെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടന്നത് എന്നൊക്കെ പറഞ്ഞ് അന്ന് കോൺഗ്രസ് മേനി നടിച്ചതാണ്. ഞാൻ പറഞ്ഞത് അതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കർണാടക സർക്കാരിന്റെ ഹെൽപ്പ് സ്വീകരിച്ച് കേരള പോലീസിനേക്കാൾ കൂടുതൽ താല്പര്യം ഈ വിഷയത്തിൽ കർണാടക പോലീസിനെ കൊണ്ടെടുപ്പിച്ച് ആക്റ്റീവായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സഹായം കൂടെ തേടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ച് കൈമാറ്റം ചെയ്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു അപ്പർ ഹാൻഡ് കിട്ടില്ലേ? കേരള പോലീസ് ഇൻഇഫക്റ്റീവ് ആണ് എന്ന് പറയാം. ഇവിടെ CPM സർക്കാരിന് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കുന്നതിന്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ഒഫൻഡർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീസ് അറ്റ് ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാനുള്ള ഒരു മാർഗത്തിലാണ് അവർ നോക്കുന്നത് എന്നൊക്കെ ഇവർക്ക് പറയാം. ശ്രീകുമാർ മനയിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ പോലീസ് പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അല്ല, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായിരുന്ന സമയത്തും ഇതൊക്കെ തന്നെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടതല്ലേ? അദ്ദേഹം നിയമസഭയിൽ വരേണ്ടതില്ല എന്ന് ശ്രീ VD സതീശൻ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞതിന് ശേഷവും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു ദിവസം സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് ആരായിരുന്നു? കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരായിരുന്നു. ആ നേതാക്കന്മാരൊക്കെ ഇപ്പൊ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാണോ? എന്നാൽ പിന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന, സെപ്പറേറ്റ് ബ്ലോക്കിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്ന, കോൺഗ്രസിൻ്റെതല്ലാത്ത അല്ലെങ്കിൽ അവരുടേതെന്ന് അവർ ക്ലെയിം ചെയ്യാത്ത ഒരാളിനോടൊപ്പം ഈ കോൺഗ്രസിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അവിടെ സഭയിൽ സസ്പെൻഷനും ഒരു മിനിറ്റ് പറഞ്ഞോളൂ. സസ്പെൻഷനും പുറത്താക്കലും രണ്ടാണ്. ആയിക്കോട്ടെ, പക്ഷേ സസ്പെൻഷൻ മാത്രമല്ല, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും സഭയിൽ ഇരിക്കുന്നതിന് പ്രത്യേക ബ്ലോക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങളുടെ ആൾക്കാരോടൊപ്പം നിങ്ങൾ ഇരിക്കണ്ട എന്നാണ്. എന്നിട്ടും കോൺഗ്രസ്സുകാരാണ് കൂടെ പോയത്. ഇനി സസ്പെൻഷനിലായിരിക്കുന്ന ഒരാള് എങ്ങനെയാണ് ഭരണാധികാരി ഈ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുമ്പോ
ഒരു സെക്കൻഡ്, തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ആർക്കാണോ ഇത് സമർപ്പിക്കുന്നത് അവിടെ ഒരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ ആരുമല്ല സംസാരിക്കുന്നത്, മറിച്ച് അവിടെ ആരാ സംസാരിക്കുന്നത്? നമ്മൾ വീഡിയോ കണ്ടതല്ലേ. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ ചട്ടവും നിയമവും പറഞ്ഞുകൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നത്. തന്നെയുമല്ല, തനിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള കുറേയധികം കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളാകുന്ന സമയത്ത് അവരുടെ ക്യാമ്പയിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇതിനെയൊക്കെ ആരാ തടഞ്ഞത്? ഇത് പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അദ്ദേഹത്തിന് ബാധകമായിരിക്കില്ല, പക്ഷെ മറ്റുള്ള ആൾക്കാരോട് പറയാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി നിങ്ങൾ സഹകരിക്കരുത് എന്ന് പറയാം, അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് എന്ന് പറയാം. ആര് പറഞ്ഞു? മാത്രമല്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വേദിയിലുണ്ടായിരുന്നു. അതെ അതെ, അതിന്റെ അർത്ഥം എന്താണ്? സസ്പെൻഷൻ സമയത്ത് പൂർണ്ണമായ സഹകരണം, പിന്നെ പുറത്താക്കി കഴിഞ്ഞാൽ സഹകരണമില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒളിപ്പിക്കുന്നത് വരെ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിയിരിക്കുകയാണ്. എന്റെ മഞ്ജുഷ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒറ്റ മിനിറ്റ്. 2005 പാർട്ടി കോൺഗ്രസ് വളർന്ന് DAC ആയി പോയപ്പോൾ DAC പെട്ടവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ DAC-കാർ പാർട്ടിയിലേക്ക് തിരിച്ചു വരാതെ 2006 അന്നത്തെ സ്ഥാനാർത്ഥികളൊപ്പം മുഴുവൻ നടന്ന് പ്രചരണം നടത്തിയിരുന്നു. കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് സാധാരണ. തടയൊന്നുമില്ല. ശ്രീകുമാർ മനയില്ല, അങ്ങനെ പറയാൻ പാടില്ല. പെണ്ണ് കേസിലൊന്നും അല്ല DAC ഉണ്ടായത്. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. അങ്ങനെയല്ല ഇത് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മകളെ പോലെയുള്ള ഒരു പെൺകുട്ടി തനിക്ക് വന്നൊരു പരാതി പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന ഒരു അച്ഛനെ പോലെയാണ് താൻ ഈ നടപടിയെടുത്തത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്. DIC-യിലെ പോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളല്ലാതെ പൂർണ്ണമായും സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെ പല ചുമതലകളിൽ നിന്ന് മാറ്റുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഇരിക്കാൻ സെപ്പറേറ്റ് ബ്ലോക്ക് എന്ന് പറയുകയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം ഒരു വേദിയും ഒരു പ്രധാനപ്പെട്ട നേതാവും പങ്കിടാത്ത, സതീശൻ വരുന്നതിന് മുമ്പോ ശേഷമോ മാത്രം പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ രീതിയിലുള്ള ഒരാളിന്റെ കാര്യത്തിൽ ഈ ന്യായം പോരാ. അതിന് DIC-യുടെ മാതൃക മതിയാവില്ല. അത് താങ്കൾക്കറിയാം, ദുർബലമായ വാദമാണെന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ ശ്രീ പണിക്കരെ അല്ലല്ല ഞാനൊരു കാര്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സ്ത്രീ വിഷയത്തിൽ പുറത്താക്കപ്പെടുന്ന ആദ്യത്തെ ആളെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പലരും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലരും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, പലരും അതിനുശേഷം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ പുറത്താക്കപ്പെട്ട ആൾക്കാർ തന്നെ സ്ഥാനാർത്ഥികളൊപ്പം പല ഇലക്ഷനുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആയതുകൊണ്ട് നിങ്ങൾ അയാളെ തിരിച്ചറിയുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ. അല്ലല്ല, ഞാൻ പറഞ്ഞത് സ്ത്രീ വിഷയത്തിൽ പുറത്താക്കപ്പെട്ട ഒരു MLA ഇതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ശ്രീകുമാർ മനയിൽ കണ്ടിട്ടുള്ളത് ആരെക്കുറിച്ചാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. കേരളത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആരും അങ്ങനെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം പ്രസ്താവനകൾ അദ്ദേഹവുമായി സഹകരിക്കാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, തോളത്ത് കൈയിട്ട് പൊതുവേദികളിൽ നടക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്? അപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പുറത്താക്കിയത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് റദ്ദാക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അവകാശവും അദ്ദേഹത്തിനോടുള്ള ഒരു സഹകരണം പിൻവലിക്കുന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്താ ഉദ്ദേശിക്കുന്നത്? അത്രേ ഉള്ളൂ. അത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു. പുറത്താക്കൽ ഇങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ അല്ല, അതൊരു ന്യായവാദമാണോ ശ്രീ? കോൺഗ്രസിലെ പുറത്താക്കൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ പിന്നെ കോൺഗ്രസിനെ എന്താ പ്രശ്നം വെച്ചാല് എന്താണ് പ്രശ്നം വെച്ചാൽ കോൺഗ്രസിനെ നിങ്ങളൊരു കേഡർ പാർട്ടി CPM പോലെ BJP പോലെ ഒരു പാർട്ടിയായിട്ട് കാണുന്നത് കൊണ്ടാണ്. കാരണം കോൺഗ്രസിലെ പുറത്താക്കേണ്ട പ്രവർത്തകൻ പാർട്ടിയിലുണ്ടാവില്ല. പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ പാർട്ടിയുടെ പലകാട്ടിൽ വന്നാൽ ഇറങ്ങി പോകണമെന്ന് ആരും പറയില്ല. അതാണ് എന്റെ വ്യത്യാസം. അത്രേ ഉള്ളൂ. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ, അതും സ്ത്രീ വിഷയത്തിൽ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി പങ്കെടുക്കുക എന്നുള്ളത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡാമേജിംഗ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം നോമിനേഷൻ പേപ്പറുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാകുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഈ പുറത്താക്കിയിരുന്ന ആളിന് വന്നു വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് മൊത്തത്തിൽ അപമാനമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പങ്കെടുക്കാനായിട്ട്, ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കൂടി സഹകരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഡാമേജിംഗ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണ്ടേ? അതിന് കേഡർ പാർട്ടി ന്യായം ഒക്കെ മതിയാകുമോ? അല്ലെന്തോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ ഡാമേജിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 2 MLA-മാർ അവിടെ ഇരിപ്പുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ആ 2 MLA-മാരുടെ കാര്യത്തിൽ ഈ മാതൃകാപരമായിട്ടുള്ള തീരുമാനം അതാണ് പ്രശ്നം.
അല്ല, ശ്രീകുമാർ മനയിൽ താങ്കൾ ആ ചോദിച്ച ചോദ്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് എത്രത്തോളം ഗൗരവം കൂടിയതാണെന്നുള്ളതുണ്ട്. അല്ലല്ല, ഞാൻ പറയാം. താങ്കൾ പറഞ്ഞിരിക്കുന്ന മറ്റ് 2 MLA-മാരുടെ കാര്യം, അതിലൊന്ന് വിൻസെന്റും മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിലുമാണ്. ശരിയാണ്, ഈ 2 ആൾക്കാർക്കെതിരെയും സ്ത്രീകളുടെ പരാതികളുണ്ട്. പക്ഷെ അതിൽ നിന്ന് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം കൂടെയുണ്ട്. അല്ലല്ല, ഒരു കാര്യം കേൾക്കൂ ശ്രീകുമാർ, അതിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ പറയുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അയാൾ അക്യൂസ്ഡ് പോലും ആയിരുന്നില്ല. അതെ, എന്നിട്ടും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ കാണിച്ച ആർജവം, അതിന്റെ കാരണം എന്തായിരുന്നു? മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഒരു സ്ത്രീയാണ് പരാതിപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് കോൺഗ്രസിന് ചിലപ്പോൾ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അതിന്റെയൊക്കെ ഉപരിയായിരുന്നു കോൺഗ്രസിന്റെ ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ ഒരുപക്ഷെ ഒന്നിലധികം സ്ത്രീകളുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നിരിക്കും. കാര്യത്തിലൊന്നും അങ്ങനെയല്ല, അവിടെ രാഷ്ട്രീയപരമായ ആരോപണം എന്നുള്ള കാര്യത്തിലായിരുന്നു. എൽദോസിന്റെ കാര്യത്തിലോ വിൻസെന്റിന്റെ കാര്യത്തിലോ നടപടി അല്ല. ശ്രീ എൽദോസ് കുന്നപ്പള്ളിന്റെ കാര്യത്തിലോ ശ്രീ വിൻസെന്റിന്റെ കാര്യത്തിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ ഗൗരവമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് എന്ന് കോൺഗ്രസിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒഫീഷ്യലായിട്ടുള്ള പരാതി ഇല്ലാതിരുന്നപ്പോഴും അദ്ദേഹം അക്യൂസ്ഡ് ആകാതിരുന്നപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള ഈ നടപടികളെല്ലാം സ്വീകരിച്ചത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം അവിടെയാണ്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പുറത്ത് ഈ നടപടികൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ആളിനോട് പിന്നീട് എന്തിനാണ് കോൺഗ്രസ് സഹകരിക്കുന്നത്? അപ്പൊ ആ സഹകരിച്ചിരിക്കുന്ന ആൾക്കാരെ ആരെയെങ്കിലും നിങ്ങൾ പുറത്താക്കിയോ? ഈ പറഞ്ഞിരിക്കുന്ന ആരോപണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ആരാണ്? സ്ഥാനാർത്ഥികളുമാണ്. അതെ, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ വാദം ദുർബലമാവുകയാണ് ശ്രീകുമാർ മനയിൽ. ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി ഈ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വന്നിരിക്കുന്നു. ശരി, ശ്രീകുമാർ പറഞ്ഞതിന് ശേഷം റജിയിലേക്ക് പോകണം. ഓക്കെ, എൻ്റെ മഞ്ജുഷെ, നിങ്ങളൊരു കാര്യം മനസ്സിലായി. ഇനി കോൺഗ്രസിന് രാഹുലിൻ്റെ കാര്യത്തിൽ യാതൊന്നും ചെയ്യാനില്ല. അത് ആ അധ്യായം ചാപ്റ്റർ അവിടെ അടച്ചു കഴിഞ്ഞു. പിന്നെ സസ്പെൻഷനിലായിരിക്കുമ്പോൾ അയാൾക്ക് ചില കാര്യങ്ങൾ ഇതുണ്ട്. കാരണം അയാൾക്ക് പാർട്ടി നേതൃത്വമായിട്ട് ബന്ധപ്പെടാം, എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാം. അയാൾക്ക് പാർട്ടി ഓഫീസിൽ APC ഓഫീസിൽ ഉണ്ട്, വേണമെങ്കിൽ മറ്റേ പ്രസിഡന്റിന്റെ നിവേദനം കൊടുക്കാം, എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുക, ഇന്നാണ് വിഷയം. അപ്പോൾ പാർട്ടി നേതാക്കളോട് സംസാരിക്കുക, ഇതെല്ലാം സസ്പെൻഷൻ ഇരിക്കുമ്പോൾ ചെയ്യാം. അയാൾ പോയിന്റ്സ് അയാൾ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ വേറൊന്നുമില്ല. സസ്പെൻഷനിലായിരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ചിലതുണ്ട് പാർട്ടിപരമായിട്ട്. അതല്ല, അത് ഒരിക്കലും എക്സ്പെൽ ചെയ്തിട്ട് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പറഞ്ഞ യാതൊരു അർത്ഥമില്ല. അതവിടെ ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു കഴിഞ്ഞു. യാതൊരു അടിസ്ഥാനവും മറുപടി പറയണം. മാത്രമല്ല അതിനുള്ള ആർജവം കാണിക്കുകയും ചെയ്തു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള. ഇവിടെ എനിക്കുള്ള മറുപടി അത് പൊതുസമൂഹത്തിന്റെ മറുപടിയാണ്. അത് ഇന്നലെ എനിക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടെ ബോധ്യപ്പെട്ട മറുപടിയാണ്. ഒറ്റ ചോദ്യമുള്ളൂ, ഇയാൾ തെറ്റുകാരനായെന്ന് ബോധ്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ സമന്വയ പദവിയിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഇയാളെ പുറത്താക്കിയത്? എന്തിനാണ് അയാളെ നിയമസഭാ സാമാജികനായി നിന്നും അയാളെ മാറ്റി നിർത്തിയത്? എന്തിനായിരുന്നു അയാളെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അയാൾ തെറ്റുകാരനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ആ ഒരു നടപടി സ്വീകരിക്കാത്ത രണ്ടുപേരിപ്പോഴും നിയമസഭയിലുള്ളത് ആരെന്നറിയോ? ഇവരുടെ തന്നെ MLA എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റ് MLA-യും ഈ നടപടികളൊന്നും സ്വീകരിച്ചില്ല. അപ്പൊ അവർക്ക് എന്തായാലും ബോധ്യം കാണുമായിരിക്കും അവർ തെറ്റുകാരൻ ചെല്ലാന്നുള്ളവരോ. ഇത് മാത്രം മതി. രണ്ടാമത് ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇത്രയ്ക്കും സമാനതകളില്ലാത്ത 6 പേരിലുള്ള ഈ അശ്ലീല പ്രവൃത്തികൾ കേട്ടിട്ടുള്ള MLA കേരളത്തിലുണ്ടായിട്ടുണ്ടോ? കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തുകൊണ്ട്? അതുകൊണ്ടല്ലേ ഇവര് അയക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ഈ അയാൾ MLA ആണ്, അയാൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, അയാൾ ജനപ്രതിനിധിയാണ് എന്ന് ന്യായീകരിച്ച് അയാൾക്ക് അവസരം കൊടുത്തത് 2 കൂട്ടരാ. ഒന്നാം നിലയിൽ നിൽക്കുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്റെ പോലും നിലനിൽപ്പ് രാഷ്ട്രീയ നിലനിൽപ്പിനെ അപകടത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി പിന്തുണ കൊടുത്തു. താൻ ഉൾപ്പെട്ട സസ്പെൻഷൻ പേപ്പറിനെ മാനിക്കാതുകൊണ്ട് തന്നെ. രണ്ടാമത് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗുമാണ്. 36 ദിവസം വീട്ടിൽ ഭയന്നിരുന്ന ഈ മനുഷ്യരെ പാലക്കാട് അവതരിപ്പിച്ചപ്പോൾ അവിടെ ആ വേലി പങ്കിട്ട ആരൊക്കെയാണ്? PK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് വാദിച്ചു. നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് റിട്ടയർഡ് ഓഫീസർ എടുത്ത് വഴിയാണ് കയറത്തും. അവ സസ്പെൻഷൻ ചെയ്ത് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയവർ പറയുന്നവർ എന്തിനാണ് ഈ അവസരം കൊടുത്തത്? യൂത്ത് ലീഗിന്റെ കാര്യവും താങ്കൾ പറഞ്ഞു. യൂത്ത് ലീഗിന്റെ നേതാവാണ് CK ഷാക്കിർ. യൂത്ത് ലീഗും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആനയിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ? റജി, യൂത്ത് ലീഗും ആനയിച്ചിരുന്നോ? അല്ലാതെ ഒറ്റ കാര്യമാണ് ഞാൻ പറയട്ടെ. യൂത്ത് ലീഗും ഞാൻ എനിക്ക് വളരെ കുറച്ചല്ലേ ആ സമയത്തുള്ളൂ. എന്തിനാണ് പിന്നെ എന്നെ വിളിച്ചിരുന്നത്? യൂത്ത് ലീഗും പിന്നെ അവരുടെ മുസ്ലിം ലീഗും ഇയാൾക്ക് കൊടുത്ത പരിഗണനയ്ക്ക് കൊടുത്ത വേദികളും വേണ്ടി മത്സരിക്കുമായിരുന്നു. ഇയാളെ പ്രസ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കണമെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട ആരാന്നറിയോ? അവരുടെ സംസ്ഥാന പ്രസിഡന്റ്. അത് ഈ സമയത്തല്ല, നേരത്തെ
ഒറ്റ കാര്യം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിച്ചേക്കാം. ഇന്നലെ പൂർണ്ണ സമയം ഞാൻ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. ജനങ്ങളുടെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഞാനിന്നലെ വഴിക്കടവ് ഒരു സെക്രട്ടറി സിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിൽ പോയി യാദൃശ്യമുണ്ട്. എന്നോടൊത്ത് ഒരു പ്രീസ്റ്റും ഉണ്ടായിരുന്നു. സാമൂഹ്യ സേവനം നിങ്ങൾ പറഞ്ഞാൽ അറിയും, ചാനലിലേക്ക് വരുന്ന അദ്ദേഹം. അവിടെ ചെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്ന് യാദൃശ്യമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകൻ, തികച്ചും പ്രാദേശിക അങ്ങനെ അതിന്റെ വീഡിയോ വരെ ഉണ്ട്, ഞാൻ അയച്ചുതരാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ, ഞങ്ങൾ തലയിൽ മുന്നിട്ടാണ് നടക്കുന്നത്, ഞങ്ങള് ആര്യ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ചങ്ക് പറിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ ഈ മനുഷ്യരും ഷാഫി പറമ്പിലും ഇവിടെ വന്ന് അപമാനിക്കുമായിരുന്നു. ഇന്ന് അദ്ദേഹം ഈ നാട്ടിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ഉത്തരവാദിത്തത്തോട് പറയാം. അതായത് സമൂഹത്തിൽ വലിയ രീതിയിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആ സിസ്റ്റേഴ്സിന്റെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ്, ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ വികാരം ഇവിടെ മനസ്സിലാക്കണ്ടേ. അവിടെ ഒരു കാര്യം തെളിഞ്ഞു, കേരളത്തിലെ പൊതുസമൂഹം നമ്മൾ ആർത്തിയെടുത്ത സംസ്കാരവും സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും ആര് വെല്ലുവിളിച്ചാൽ അവർ അംഗീകരിക്കുന്നില്ല. അതിന് സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ പോലും എന്നുള്ളതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഞങ്ങൾ നേരിട്ട് കണ്ടത്. അത് മഞ്ജുഷ് മനസ്സിലാക്കണം. നമ്മൾ ഈ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിനെ ബഹുമാനപ്പെട്ട ശ്രീമാർ പറയിൽ ന്യായീകരിക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇത് നമ്മൾ ഒരു കാര്യത്തിലും കൂടെ അടിവരയിടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്താണ്? ഇത് കേരളമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ ഇദ്ദേഹം നടത്തിയ തെറ്റ് മാത്രമല്ല, തുടർച്ചയായിട്ട് നടത്തിയ അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ ഭാഷകൾ, പെൺകുട്ടികൾ നെഞ്ചു തകർന്നുകൊണ്ട് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് നോക്കി നിൽക്കുക മാത്രം ചെയ്ത കോൺഗ്രസ് പാർട്ടി അയാളെ വീണ്ടും വേദികളിലെത്തിക്കുകയും ഇപ്പോൾ നിർവാഹമില്ലാതെ പുറത്താക്കിയപ്പോൾ നിങ്ങൾ പിടിക്കുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് സർവ്വപരി ആ പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ യൂത്ത് ലീഗിനെയും വേറിട്ട് കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതാണ്, അവിടെ ഒരു ത്രയമുണ്ടായിരുന്നു. ആരൊക്കെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, PK ഫിറോസ്. റീലുകളുടെ പ്രളയമായിരുന്നുവല്ലോ. അവിടെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നത്, റീലല്ല റിയലാണ് വേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ യൂത്ത് ലീഗും ഈ ആരോപണ വിധേയനായിരുന്ന സമയത്ത്, പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട സമയത്ത് ആനയിച്ചു കൊണ്ടുവരികയായിരുന്നു പാലക്കാട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. റെജി വിഡിത്തം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം സർക്കാരിനെ ന്യായീകരിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സമനില തെറ്റിയോ തോന്നുന്നുണ്ട്. എന്തിനാ മഞ്ജുഷ് ഈ ജാതി ഇല്ലാ കഥകൾ പറയുന്നത്? യൂത്ത് ലീഗ് എവിടെയാണ് അവരെ ന്യായീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്? UDFന്റെ ഒരു സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് മത്സരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട റെജി, ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട റെജി, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. നിങ്ങൾ പറയുമ്പോൾ കേട്ടുന്നതല്ലേ? നിങ്ങൾ യൂത്ത് ലീഗിനെ നിങ്ങൾ അല്ലല്ല പ്ലീസ് ഒരു മിനിറ്റ്, അല്ലല്ല ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളൂ, ക്ഷമയോടെ കേട്ടോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞോളൂ ഷാക്കിർ, പറഞ്ഞോളൂ. പറഞ്ഞോളി. അല്ല ഷാക്കിർ പറഞ്ഞോളൂ. ഞാൻ പറയാം. അതായത് UDFന്റെ ഒരു സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഒരു പ്രതിനിധിയെ വിട്ടാൽ അത് ജയിപ്പിക്കേണ്ട ബാധ്യത എല്ലാവർക്കും അറിയാം. മുന്നണിയിലെ പ്രബല കക്ഷിയെ മുസ്ലിം ലീഗ് എക്കാലത്തും അത് സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ട് വിജയിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളെ കൂടെ നടന്നതൊക്കെ വലിയ പാതകമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇനിയും കോൺഗ്രസ് ആരെയെങ്കിലും മുന്നോട്ട് വെച്ചാൽ അത് വളരെ വലിയ താല്പര്യത്തോടെ വിജയിപ്പിക്കുന്ന പണി യൂത്ത് ലീഗ് ഏറ്റെടുക്കും. അല്ലാതെ ആരോപണ വിധേയരായ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് എന്താ വിശദ അഭിപ്രായം പറയാത്തത്, ലീഗിന് അതിൻ്റെ പണിയില്ല. ഞാൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ലീഗിൻ്റെ അഭിപ്രായം പറയാനല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ഈ കേരളീയ സമൂഹത്തിൻ്റെ ഒരു നമുക്ക് മനസ്സിലായിട്ടുള്ള വ്യക്തിപരമായ നിരീക്ഷണം നടത്തുകയാണ്. അത് പാർട്ടിയോ അല്ലെങ്കിൽ മാന്യന്മാരോ ചർച്ച ചെയ്യുന്ന വിഷയമാണത്. നിങ്ങൾ ഈ ചാനൽ ചർച്ചക്കെടുത്ത് ഈ ജാതി അപവാദ കഥകൾ, അപസർപ്പ കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ പങ്കുണ്ട്. എന്ത് ഗുണമാണ് മലയാളികൾ കേരളീയർക്ക് വല്ല കോടതിയും ഞാൻ പറയട്ടെ കോടതിയും പോലീസ് സംവിധാനങ്ങൾ തീരുമാനിച്ചോട്ടെ. അവരെ സംരക്ഷിക്കാൻ കേരളത്തിൽ ആരുമില്ല. ആകെ സംരക്ഷിച്ച് നിർത്തുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ CPM ആണ്. അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളെ കൂടെ പലപ്പോഴും ന്യൂസ് 8 ചർച്ചയ്ക്കിരുന്ന ആളാണ് രാഹുൽ ഈശ്വർ. ഇപ്പോ അദ്ദേഹത്തിനെ ജയിലിലടച്ച് ആരോഗ്യസ്ഥിതി മോശമായിട്ട് ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, എന്തിനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്? കള്ളക്കേസല്ലേ? അദ്ദേഹം ആ സ്ത്രീയുടെ ഇരയുടെ പേര് വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? അപമാനിച്ചിട്ടുണ്ടോ? അപ്പൊ അത്തരത്തിൽ നിരപരാധികളെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലെടുക്കുക, അത് കോടതി വിധി പറയണമെന്നിൽ കോടതി വിചാരണ നടക്കണം.
കുറ്റവാളിയായി തീരുമാനിക്കണമെന്നെങ്കിൽ കോടതി വിധി പറയേണ്ടതുണ്ട്. ഇപ്പൊ പോലീസ് ചാർത്തിയിട്ടുള്ള പിന്നെ പ്രതിപ്പട്ടം മാത്രമേ ഉള്ളൂ. അതിലൊന്നും നിങ്ങൾക്കാർക്കും ചർച്ചയില്ല. ഇവിടെ ശബരിമലയിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ CPM മുൻ MLA ഇപ്പൊ ജയിലിലാണ്. M മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ നിയമസഭ അകത്ത് വെച്ച് പാർട്ടി വേദിയിൽ പ്രസംഗിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം റജിയെ പോലെയുള്ള ആളുകൾ ഇവിടെ കോൺഗ്രസ് വളരെ അന്തസ്സായ തീരുമാനമെടുത്ത കോൺഗ്രസിനെ കളിയാക്കാൻ വന്നിരിക്കുന്നത്. ഇത് മലയാളികൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ മലപ്പുറത്ത് ഏത് ഭാഗത്താ വന്നെന്നറിയില്ല. നിങ്ങളോട് പറഞ്ഞത് ഒരു പക്ഷേ CPM-കാർ തലയിൽ മുണ്ടിട്ട് നടക്കുന്നതായിരിക്കും. കാരണം 8ഓളം പ്രമുഖ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണ്? അല്ല റജി, അതായത് മഞ്ജുഷേ ആഭ്യന്തര മന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിന്നെ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഓഫീസിലെ നിയന്ത്രിക്കുന്ന P ശശി, അദ്ദേഹം എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ കുറ്റവാളിയായി മുൻകൂട്ടി പറയാനോ ശേഷം പറയാം അവരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ ഇല്ല. അവർക്ക് കുറ്റം ചെയ്ത ആളുകൾക്ക് രാജ്യത്തെ നിയമം അനുസരിച്ച് ശിക്ഷ കിട്ടട്ടെ. അവിടെ പാർട്ടി കോടതി കൂടി ശിക്ഷിക്കലും പാർട്ടി കോടതി കൂടി തീവ്രത അളക്കലും ആ ജാതി വൃത്തികെട്ട ഏർപ്പാട് ഇന്നലെയും പത്തനംതിട്ട ജില്ലയിൽ ഒരു CPM മഹിളാ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ചർച്ചയുണ്ടോ? ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലതവണ നമ്മൾ ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്തതാണ്. ഇന്നും സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണമാണ് ഇതൊന്നും സാധിക്കാതെ വരുന്നത്. ശ്രീ ഷാക്കിർ, അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിങ്ങൾക്ക് പ്രശ്നമാക്കുന്നത് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാളെ ആനയിച്ചു കൊണ്ടുവന്നതും പ്രശ്നമായി. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വല്ല ആനുകൂല്യം കിട്ടുന്നുള്ളതാണ്. അല്ല, ഈ ചർച്ചക്കെടുക്കാൻ നിങ്ങളെ പോലെയുള്ള ചാനലുകൾക്ക് വല്ല സൗകര്യങ്ങളും ഇവർ ചെയ്തു തരുന്നുണ്ട് സംശയമാണ്. നിങ്ങൾ ഇത്തരം വിഷയങ്ങളല്ലാണ്ട് മുതൽ ഇതേപോലെയുള്ള സമാനമായ സംഭവങ്ങൾ അല്ല ഇത് നോക്ക്, നിങ്ങൾ നോക്ക്. ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് അത് ആരോപണം പരാതിയായി എഴുതി മുഖ്യമന്ത്രി വാങ്ങിച്ച് പോലീസിന് കൈമാറി പോലീസ് FIR ഇട്ട് കോടതിയിൽ ഇരിക്കുന്ന കാര്യം എന്താ ചെയ്യേണ്ടത്? കോടതി തീരുമാനിക്കും. നിയമ സംവിധാനത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. രാജ്യത്തെ നിയമം അനുസരിച്ച് ശിക്ഷിക്കട്ടെ. കോൺഗ്രസിന് ബോധ്യമായി VD സതീശൻ അല്ലല്ല ഇതേ വ്യക്തിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ വ്യക്തിയെ VD സതീശൻ സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തി. ലീഗിന് ബോധ്യമായിട്ടില്ല. അല്ലല്ല, ലീഗിന്റെ നേതാവായ താങ്കൾക്ക് അത് ബോധ്യമായിട്ടില്ല. അതാണ് ഞാൻ PK ഫിറോസിന്റെ കാര്യം പറഞ്ഞത്. PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരു ശ്രേയമായിരുന്നു. അപ്പോൾ ഫിറോസിനെ പേടിച്ചിട്ടായിരിക്കും താങ്കൾ ഇപ്പോൾ ഈ രീതിയിൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് അല്ലേ? അല്ല, ഞാൻ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചിട്ടില്ല. ന്യായീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി താങ്കൾ എന്താണ് പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് അല്ലല്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഈ ചർച്ച നടത്തുകയാണെന്ന് സംശയമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ PK ഫിറോസിനെ പേടിച്ചിട്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്. കാരണം PK ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഈ ശ്രേയമായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ റീൽസുമായിട്ട് അഴിഞ്ഞാടിയത്. അപ്പോൾ PK ഫിറോസിനെ പേടിച്ചിട്ടാണ് താങ്കൾ ഈ പറയുന്നതെങ്കിൽ അല്ല, അത് കേരളത്തിലെ മിടുക്കരായ യുവജന നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പേടിക്കല്ലേ? അല്ല, ആ മിടുക്ക് കണ്ടതാണ്. അത് ആ മിടുക്ക് കേരളം കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മിടുക്ക്. CPM കോട്ടയിൽ പോയി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിൽ ഭരണകൂടത്തിന്റെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവന്ന മിടുക്കനായ യുവജന നേതാവ് PK ഫിറോസിനെയും നിങ്ങളെ ദയവ് ചെയ്ത് ഇകഴ്ത്താൻ നോക്കണ്ട. അല്ല, നിങ്ങൾ നോക്ക്, അദ്ദേഹം ഈ വിഷയത്തിൽ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ, നിരപരാധിയാണെങ്കിൽ പുറത്തു വരട്ടെ, നമുക്ക് അപ്പൊ അഭിപ്രായം പറയാം. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അത് കോടതി തീരുമാനിക്കട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ വിഷയം ചർച്ച ചെയ്തത് ആരുടെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരുടെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ചിട്ടാണെന്ന് കേട്ടല്ലോ. എന്ത് സംശയം? സ്വർണ്ണക്കൊള്ളയുടെ ചർച്ചയാകാതിരിക്കുന്നതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾക്ക് സർക്കാരിനെ ഉന്നയിക്കാൻ നിരവധി വിഷയങ്ങളുണ്ടായിട്ട് ആ ഒരു വിഷയം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആളാണ്. അയാളെ ഇത്രനാളും സംരക്ഷിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. അത് ഷാഫി പറമ്പിൽ അതിനകത്തെ ഒന്നാമത്തെ ആളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീ ഷാക്കിർ,
എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞു ഷാഫി പറമ്പിൽ എന്തോ വലിയ ജനപ്രിയനായ നേതാവെന്നൊക്കെ പറഞ്ഞല്ലോ. ഇന്നലെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നത്? ഷഹനാസ് എന്നയാൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പോയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഷാഫി പറമ്പിലെ UDF നേതാക്കന്മാർ ഒളിച്ചോടിയിട്ടില്ല. എന്താണ് മഞ്ജുഷേ? അല്ലല്ല, എന്തിന് വായടക്കണം? ഞാൻ പറയാം. താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. നമ്മൾ രണ്ടും സംസാരിച്ചാൽ ആരും കേൾക്കില്ല, അത്രേ ഉള്ളൂ. അല്ല മഞ്ജുഷേ, താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. പറഞ്ഞത് ഞാൻ മറുപടി പറയട്ടെ. താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. താങ്കൾ എന്നോട് ചോദിച്ചുള്ളൂ. താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. ഞാൻ പറയട്ടെ പ്ലീസ്. അല്ല താങ്കൾ മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. താങ്കൾ എന്തായാലും അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അല്ല രാഹുൽ ഷാഫി പറമ്പിൽ ഒളിച്ചോടിയത് എങ്ങനെയെന്ന് താങ്കൾ ചോദിച്ചോളൂ. ഞാൻ പറയാം താങ്കൾ മിണ്ടാതിരുന്നാൽ. അത് നിങ്ങളുടെ കൂട്ടത്തിനെ പറ്റി നേരത്തെ തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഷഹനാസ് എന്നുള്ള വ്യക്തി പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാരിയാണല്ലോ. ആ കാര്യത്തെ കുറിച്ച് ഷാഫിയോട് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത് രേഖാമൂലമുള്ള ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. രേഖാമൂലം പരാതി കൊടുത്തെന്ന് ഷഹനാസും പറഞ്ഞിരുന്നില്ല ശ്രീ CK ശാഖർ, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ഒരൊറ്റ പാച്ചിലായിരുന്നു ഷാഫി പറമ്പിൽ പിന്നീട് മാധ്യമങ്ങളോട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട്. കേട്ടോ, ശരി. ശ്രീ പണിക്കർ, ഇവിടെ ഷാക്കിറിന്റെ ന്യായീകരണങ്ങൾ താങ്കൾ എങ്ങനെ കാണുന്നു? താങ്കൾ ന്യായീകരണ തൊഴിലാളിയായി മാങ്കൂട്ടത്തിനും PK ഫിറോസിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഷാഫിക്കും ഒക്കെ വേണ്ടിയുള്ള ന്യായീകരണ തൊഴിലാളിയായി മാറിയിരിക്കുകയാണ്. ഷാക്കർ ഒരു സെക്കൻഡ്, എനിക്ക് ശ്രീ ഷാക്കറിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മലയാളത്തിലുള്ള ഒരു ചൊല്ലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രീ ഷാക്കർ അതിന് ശ്രമിക്കരുത്. താങ്കൾ ഈ ചർച്ചയിൽ ആരെയൊക്കെ ന്യായീകരിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ ഇതിൽ ആരോപണം നേരിടുന്ന MLA താങ്കൾ ന്യായീകരിക്കുന്നു. കോടതി പ്രാഥമികമായിട്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ച രാഹുൽ ഈശ്വറിനെ താങ്കൾ ന്യായീകരിക്കുന്നു. ഇപ്പോ ഷാഫി പറമ്പിലിനെ അടക്കം PK ഫിറോസിനെ അടക്കമുള്ള ആൾക്കാരെ എല്ലാവരെയും ന്യായീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ മഞ്ജുഷ് പറഞ്ഞത് താങ്കൾ ഒരു ന്യായീകരണ തൊഴിലാളി കണക്കാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല ശ്രീ ഷാക്കർ, താങ്കൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനല്ലേ? താങ്കൾ ഈ വിഷയത്തിൽ എന്തിനാണ് ഇത്ര പ്രകോപനത്തോടു കൂടി സംസാരിക്കുന്നത്? അല്ല ഞാൻ ചോദിക്കുന്നത്, താങ്കൾ മുസ്ലിം ലീഗിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ, കോൺഗ്രസ് പാർട്ടി ഞാൻ പറഞ്ഞു, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ, ഈ ചർച്ചയിൽ താങ്കൾ ഡിഫൻസിൽ പോകേണ്ടുന്ന ആവശ്യമില്ല. അതെനിക്ക് മനസ്സിലാവാത്തത്. ഈ ചർച്ചയിൽ താങ്കൾ ഇപ്പൊ ഡിഫൻസിലാണ്, അത്രയും താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ ഓഫൻസിൽ തന്നെയാണ്. ഈ ചർച്ച കേൾക്കുന്ന ആളുകളില്ലേ, PK ഫിറോസ്, ഷാഫി പറമ്പിൽ എല്ലാവരെയും അധിക്ഷേപിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരുമോ? അധിക്ഷേപമില്ലല്ലോ, സമൂഹത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്തിനാണ് സമൂഹത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾ. ഷാക്കർ ഞാൻ പറയട്ടെ, എന്റെ സമയം പൂർണ്ണമായിട്ട് കവർന്നെടുക്കരുതേ. അല്ല എന്റെ സമയം പൂർണ്ണമായിട്ട് കവർന്നെടുക്കരുതേ, ഞാൻ പറഞ്ഞു കേൾക്കൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ല ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ടല്ലേ പറഞ്ഞില്ലയോ എന്ന് അറിയുള്ളൂ. ഞാൻ ആദ്യം മിണ്ടാതിരിക്കൂ, ഇതൊന്ന് കേൾക്കൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതായിരുന്നു. മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരും പ്രതികരിക്കുന്ന രീതിയിലായിരുന്നില്ല ശ്രീ ഷാഫി പറമ്പിൽ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് ചർച്ചകളുണ്ടായി. മലയാള മനോരമ ഹോർത്തൂസ് നടത്തുന്ന സമയത്ത് അവിടെ പോലും വേദിയിൽ അദ്ദേഹത്തിന് ഇരുത്തി ഇതേ ചോദ്യം ചോദിക്കേണ്ടി വന്നു. അതല്ലാതെ പുറത്ത് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇതേ ചോദ്യം ചോദിച്ചു. മറ്റേതെങ്കിലും ഒരു പ്രവർത്തകനോട് ഇത് ചോദിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടി കുറെ കഷ്ടപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്ന്. അത് അവിടെ മാത്രമായിരുന്നില്ല ആ കഷ്ടപ്പാടെന്ന് നമുക്കറിയാം. അതല്ലായിരുന്നുവെങ്കിൽ
അടൂരുകാരനായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും ദൂരം വണ്ടി പിടിച്ച് അവിടേക്ക് പോകുമായിരുന്നില്ല. അത് ആരുടെ താല്പര്യമായിരുന്നു? ഷാഫിയുടെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കേസിൽ ഇദ്ദേഹത്തിനെതിരെ തുടർച്ചയായിട്ട് സ്ത്രീകളുടെ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഷാഫിക്ക് ഇതിനെപ്പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് ന്യായമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറ്റ ബന്ധമുള്ള ആൾക്കാരുടെ വെയറബൌട്ട്സിനെ പറ്റി ഇവർക്കറിയില്ലേ? അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. തന്നെയുമല്ല, മറ്റു പല നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്തും ശ്രീ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആൾക്കാരുടെ നിർബന്ധം കാരണമാണ് കോൺഗ്രസ് ആ തീരുമാനം എടുക്കാത്തതെന്നും എടുക്കാൻ തീരുമാനിച്ച തീരുമാനം പിറ്റേ ദിവസം ഈ മുൻകൂർ ജാമ്യത്തിലുള്ള തീരുമാനം അന്തിമ വിധി വരട്ടെ അപ്പൊ തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് മാറ്റിയതും ഇവരുടെ നിർബന്ധപ്രകാരമാണെന്നുള്ള ഒരു ചർച്ച പൊളിറ്റിക്കൽ സർക്കിൾസിലുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം താങ്കളോട് ഉണ്ടാകുന്നത്. ആ ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി ആർക്കൊക്കെ ഉണ്ടാകും? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ പറയാം, അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും കാണുന്ന ആൾക്കാരോട് ഈ ചോദ്യം ചോദിക്കും. അത് ആരാണ്? ആ ബെൽറ്റിൽ അദ്ദേഹം ആരുടെയൊക്കെ കൂടെയാണ് ഇരിക്കുന്നത്? ആ ആൾക്കാരോടെല്ലാം ഈ ചോദ്യം ഉണ്ടാകും. അതല്ലാത്ത വേറെയും യുവ പ്രവർത്തകരുണ്ടല്ലോ, അവരോട് ഈ ചോദ്യമില്ലല്ലോ. അബിൻ വർക്കിയോട് ഈ ചോദ്യം ഉണ്ടോ? ഇല്ല. ശബരിനാഥനോട് ഈ ചോദ്യം ഉണ്ടോ? ഇല്ല. CR മഹേഷിനോട് ഈ ചോദ്യം ഉണ്ടോ? ഇല്ല. എന്താ? ഇവരെല്ലാവരും തന്നെ ഒറ്റ രീതിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ആ ചോദ്യം ഉണ്ടാകും. ഈ ചോദ്യത്തിനെല്ലാം കേൾക്കുന്നതിനുള്ള ബാധ്യത, അതിന് മറുപടി പറയേണ്ടുന്ന ബാധ്യത UDF-നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച മാറ്റുന്നതിന് വേണ്ടി ന്യൂസ് 18 എന്തോ താല്പര്യത്തിന്റെ പുറത്താണോ, പൈസ കിട്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇത്തിരി ഓവറല്ലേ ഷാക്കറെ? സ്വർണ്ണക്കുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു ഫ്ലോർ കൂടിയാണ് ഇത്. അത് ചർച്ച ചെയ്യാൻ പറ്റാത്തതിനുള്ള ഒരു സങ്കടമേ എനിക്കുള്ളൂ. കാരണം സാധിക്കുന്നില്ല. എക്സാക്ട്ലി കറക്റ്റ്. നോക്കൂ, ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ഇപ്പൊ ഈ വിഷയം എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു MLA-യുടെ കോണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ഒരു ഒറ്റ കാര്യം ശ്രീ ഷാക്കറിനോട് ചോദിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം UDF ഈ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഈ കവർ പേജ് മാറ്റുമല്ലോ, ഈ കവർ ഫോട്ടോ ഫേസ്ബുക്കിൽ, അതല്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏത് നേതാവ് എവിടെയാ സംസാരിക്കാൻ കഴിയുന്നില്ലെന്നേ. കാരണം ഈ വിഷയമാണ് നിങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. മാധ്യമങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതാണെങ്കിലും ഒക്കെ ഈ ഒരു വിഷയമാണ്. നിങ്ങൾക്ക് പോലും സംസാരിക്കാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് വർത്തമാനമാണ് ഷാക്കിറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശ്രീകുമാർ മനയിൽ ഇത്തരം ഒരു ഡിഫൻസീവുണ്ടല്ലോ. അത് മാത്രമല്ല, ഷാഫി കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ നൽകുന്നുണ്ടോ? ഷാഫി എന്ന രീതിയിലുള്ള അതുകൊണ്ടാണ് മഞ്ജുഷ ഒറ്റ മിനിറ്റ്. ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞ കാര്യം തിരുത്തിക്കോട്ടെ. എന്താണ് ചോദ്യം? വ്യക്തമല്ല. മഞ്ജുഷേ കേൾക്കുന്നുണ്ടോ? പറയൂ ഷാക്കിർ, പെട്ടെന്ന് പറയൂ. ഹലോ. അതായത് ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞു, ഇപ്പൊ ശബരിമല വിഷയം, ലീഗും കോൺഗ്രസ് വിഷയം. ഞാനിപ്പോ ഇന്ന് 4:30 മണിക്കും 5:30 മണിക്കും 2 പരിപാടി അറ്റൻഡ് ചെയ്ത് വരികയാണ്. എന്നെ പോലെയുള്ള സംസ്ഥാന ദേശീയ നേതാക്കന്മാരൊക്കെ ഏറ്റവും പ്രധാനമായി ആളുകൾക്ക് ചർച്ച ചെയ്യുന്നതും ആളുകൾക്ക് ചർച്ച ആഗ്രഹിക്കുന്നു ആ വിഷയമാണ്. ശ്രീജിത്ത് പണിക്കർ അത് കേൾക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ശാഖയിൽ പോയിരിക്കുന്നതുകൊണ്ടാണ് എന്നറിയില്ല, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അതാണോ എന്നറിയില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കേൾക്കാതെ പോകുന്നത്. ആയിക്കോട്ടെ, മുസ്ലിം ലീഗിൽ ഒന്നും പോകുന്നതല്ല. ശബരിമല വിഷയത്തിൽ നിങ്ങൾ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. എന്റെ താല്പര്യം എവിടെയാണ്? നിങ്ങളാണ് എന്നെ കൊണ്ട് ഈ വിഷയം സംസാരിപ്പിക്കുന്നത്. ഷാക്കർ, ഷാഫിയെ ഈ വിഷയത്തിലേക്ക് മനഃപൂർവ്വം വലിച്ചിടുന്നതാണോ അല്ലയോ ശ്രീകുമാർ? ഷാഫിയെ മനഃപൂർവ്വം വലിച്ചിടുന്നതാണോ അല്ലയോ? അല്ല, ഈ ഷാഫിയെ ഇനി ഈ വിഷയത്തിലേക്ക് ഇന്നലെ മുതൽ വലിച്ചിട്ടിട്ട് യാതൊരു കാര്യമില്ല മഞ്ജുഷേ. കാരണം ഇനി ഷാഫിയല്ല, VD സതീശനല്ല, സണ്ണി ജോസഫിനെ വലിച്ചിട്ടാലും അല്ലെങ്കിൽ KC വേണുവിനെ വലിച്ചിട്ടാലും ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ വ്യക്തി പാർട്ടിക്ക് പുറത്തായി കഴിഞ്ഞു. ഇനി എല്ലാം നിയമപരമായ നടപടികൾ മാത്രമേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ ഇത് പോലീസ് ഷാഫി ചോദ്യം ചെയ്യട്ടെ. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി ചോദ്യം ചെയ്യട്ടെ പോലീസ്? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ VD സതീശനെ, സണ്ണി ജോസഫിനെ ആരെ വേണ്ടി ചോദ്യം ചെയ്യട്ടെ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പിടിക്കാത്തത് മനഃപൂർവ്വമോ? അതേ എന്ന് 81% പ്രേക്ഷകർ, അല്ല എന്ന് 15%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.